സ്നേഹമോ എന്തുമാവാം. ഈ പ്രണയം, രാഷ്ട്രീയം, അല്ല ഈ സമത്വത്തിന് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ, അതിനുമപ്പുറത്തെ വേറെ ഏതെങ്കിലും ആശയങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, എനിക്കൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം മാറ്റണം എന്നുള്ളൊരു താല്പര്യമൊക്കെയുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് പറയാം, എൻ്റെ കയ്യിൽ കുറേ കാശ് വരട്ടെ, ഞാൻ ഇവിടെ ഫുള്ള് ബാബാ സാഹേബ് അംബേദ്കർ യൂണിവേഴ്സിറ്റീസ് തുടങ്ങുമ്പോൾ ഇവിടെ സ്വതന്ത്ര പഠന കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു വെറുതെ ആഗ്രഹങ്ങളാണ്, ഞാൻ വെറുതെ പറയണാണ്. എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നടന്നു മാഷ യാത്ര തന്നെ. പഠിപ്പിക്കാൻ ഞാൻ കൂടി വരാം. തീർച്ചയായിട്ടും വായോ. യൂണിവേഴ്സിറ്റിയും കൂടിയാണല്ലോ ഒരർത്ഥത്തിൽ വേണം. യൂണിവേഴ്സിറ്റിയിൽ ഒരു സിലബസ് ആയിട്ട് മാറിയാണ് ആ അർത്ഥത്തിൽ. ഒരുപാടുണ്ട്. ഇത് വേടൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ. ഇപ്പോൾ ക്ലാസ്ലെസ് കളക്റ്റീവ് ഉണ്ട്, അരുവിയുണ്ട് അല്ലേ? ഒരു ഭാഗത്ത് നിങ്ങൾ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് സാധ്യമാണോ ഇനി? ഞങ്ങൾക്ക് ഓൾറെഡി കറുപ്പ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു റെക്കോർഡ് ലേബിളുണ്ട്. കറുപ്പ് റെക്കോർഡ്സിന്റെ ഒരു ഐഡിയ ഇങ്ങനെ സമൂഹനീതിയെക്കുറിച്ച് സംസാരിക്കുന്ന പാട്ടുകൾ, എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നമ്മൾ അതിനകത്ത് നല്ല ആർട്ടിസ്റ്റുകളാണെങ്കിൽ നമ്മൾ കൊണ്ടുവരും. പക്ഷെ സമൂഹനീതിക്ക് കുറിച്ച് എഴുതുന്ന പാട്ടുകൾ നമ്മൾ കൂടുതൽ കൊടുത്ത് നമ്മൾ കൊണ്ടുവരും. അത് കാരണം ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നുള്ള തമിഴ് ആർട്ടിസ്റ്റുകളുണ്ട്, ഇപ്പോൾ 8C റെക്കോർഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. മാഷൊക്കെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ അവരുടെ പാട്ടൊക്കെ ഒന്ന് കേട്ടേക്കണം. ബുദ്ധിമുട്ടാണ് അവർ മനസ്സിലാക്കാൻ, കാരണം ഒരു ലോക്കൽ സ്ലാങ് തമിഴാണ്. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിന് ആവശ്യമായ വളരെ അനിവാര്യമായ രാഷ്ട്രീയം ഒരു ലോക്കൽ സ്ലാങ്ങിൽ അവർ മിണ്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കറുപ്പ് റെക്കോർഡ്സിൻ്റെ ഐഡിയ ഇതാണ്, നമ്മൾ സാമൂഹിക പരിഷ്കരണം നടത്തുക രാഷ്ട്രീയ പരിഷ്കരണത്തിന് മുന്നേ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പരിഷ്കരണത്തിന് മുന്നും ഒരു സാമൂഹിക പരിഷ്കരണം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണം നടക്കാനുള്ള ഒരു കരുവായി മാറുക എന്നത് മാത്രമാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. അതിന് ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ പിന്തുണയുണ്ട് കേട്ടോ. ഒരുപാട് രാഷ്ട്രീയ സംഘടനകൾ, ചിലർ മാത്രമാണ് മാറി നിൽക്കുന്നത്. പൊതുസമൂഹം വേടനോടൊപ്പം ഉണ്ട്. തീർച്ചയായിട്ടും പിന്തിരിഞ്ഞ് നിൽക്കുന്നവർ നാളെ വരും, വരാതിരിക്കില്ല. തീർച്ചയായിട്ടും അയ്യങ്കാളിയുടെ രാജപാതയിലൂടെ ഇപ്പോൾ സഞ്ചരിക്കുന്നത്, നടന്നുപോയ രാജപാതയിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നുണ്ട്. ആദ്യം അറച്ചു നിന്നു അല്ലേ? അയ്യങ്കാളി പോയിട്ടും അറച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 വരി ചൊല്ലി ഇന്നത്തെ നമ്മളുടെ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കാമെന്ന്. ഞാൻ കൊണ്ടാലി തന്നെ പാടിയല്ലോ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവളല്ലേ കട്ടത്, കരയില്ല കടലല്ലേ കണ്ടത്, കടലിന്റെ മക്കളാ കടലിന്റെ. താങ്ക് യു. ഞങ്ങൾ വാർത്ത വായിക്കുന്ന രീതി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. ഇതാണ് ടെലിപ്രോംപ്റ്റർ. ആ പ്രോംപ്റ്ററിൽ ഇങ്ങനെ വാർത്തകൾ വരും. ചില നമ്മളെ കയ്യിൽ നിന്ന് ഓടിക്കും, ചിലത് കയ്യിൽ നിന്ന് പാളിപ്പോകും. ഞാനിത് റൺ ബേബി റണ്ണിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടുള്ളത്. ആണല്ലേ? റൺ ബേബി റണ്ണിന്റെ ഒരു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്യും. താങ്ക് യു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പം 10 തലയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായിട്ടും വേഗം തന്നെ വരും. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ പ്രൊഡ്യൂസർ വിനീത ഞങ്ങളൊരു സ്നേഹ നിറയെ മധുരമാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള ഇത് ഉറക്കെ പാടാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ശബ്ദമാണ്. ഉറക്കെ പാടുക, പറഞ്ഞത് പാടിക്കൊണ്ടേയിരിക്കുക. ആ പാട്ട് ഇതിലൂടെ കേൾക്കട്ടെ ലോകം. കേട്ടോ, നിങ്ങളെ ആരൊക്കെ വേട്ടയാടാൻ ശ്രമിച്ചാലും ഉണ്ടല്ലോ, അവർക്കെതിരെ നമ്മൾ ഒരുമിച്ചുണ്ടാവും. ധൈര്യമായിട്ട് പോട്ടെ. താങ്ക് യു. അപ്പോൾ